എൻ്റെ ചങ്ങായിമാർ എനിക്കിങ്ങനെ ഇൻട്രോ പറയാനൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് വലുതായിട്ട് വ്ളോഗൊന്നുമല്ല, മഴയൊക്കെ പെയ്ത് മഴയൊക്കെ ഒന്ന് പോയി ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാ. എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണമല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണമല്ലോ. എങ്ങോട്ട്? വയലിലോട്ടാണ് പോകുന്നത്. അതിനാണ് ഈ പേരും ഇമാതിരി ഒരുക്കങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. പോണ 2-3 ഫോട്ടോസ് എടുക്കണം, അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു വ്ളോഗും. ശരിക്കും ഈ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ പോവാൻ വഴിയില്ല. ഇതാ ഇവിടെ ഇപ്പോൾ വേറെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീണ് ആ കമ്പി കുത്തിക്കയറി ചാവുമോ? ഇല്ലായിരിക്കും. അവൾക്ക് വഴി അറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിലേ കയറാൻ പറ്റുമെന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് നിൽക്കുന്ന ആളാണ്. നിപ്പ് തുടങ്ങിയിട്ടൊരു 10-15 മിനിറ്റായി. ഫൈനലി ഞാൻ എങ്ങനെയൊക്കെയാ കയറി. ഇത്രേ ഉള്ളൂ. ഇതിനാണ് ഇതാ എന്തോരം പുതിയ റീല് കാണുന്നുണ്ട് എന്നറിയാം. ഇങ്ങനത്തെ കനാലിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നില്ല, അതൊക്കെ അപകടമാണ്. പക്ഷെ അതൊന്നും ആരും ചെയ്യണ്ട. നമ്മൾ പറഞ്ഞു അങ്ങനത്തെ റീല് കാണുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സ്പോട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? മര്യാദയ്ക്ക് വെള്ളമില്ല, മൊത്തം പായലാ. കൃഷി ചെയ്യുന്നവരുടെ അല്ലേ പണി സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവെക്കുന്നത്. എല്ലാവരുടെ നാട്ടിലുണ്ടാവും ഇതേപോലെ. മഴയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇങ്ങനെ ഉണ്ടാവും. നിന്റെ നോക്കട്ടെ. കാല് കാണിക്ക്. അടിയോ നോക്കട്ടെ. ഇല്ല, നിൻ്റെ കയ്യിൽ അത്ര ലോഡില്ല. എൻ്റെ കയ്യിലാണ് ലോഡ് കൂടുതൽ. കണ്ടോ? ഇവിടെ ഏത് ക്ലിപ്പ് ഇവിടെ ഉണ്ടല്ലോ. വന്നവിടുന്ന് തുടങ്ങിയത് എന്നെ കുറിച്ച് പറയാൻ. നാശാക്കിയത്. ഇതാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന കുട്ടി. കണ്ടോ? ഒരു വീഴുന്ന വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ കണ്ടോ? പ്രകൃതിയും മണ്ണിനെയും സ്നേഹിക്കുന്ന കണ്ടോ? ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും വലിയ പാലം കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നില്ല. ഇതെങ്ങനെ മുറിച്ച് ചാടിക്കിടക്കണം, നടന്ന് പോകണമെന്നൊന്നും അറിയില്ല. എന്നാലും സൂക്ഷിച്ചും കണ്ട് നടക്കുക. കുളിക്കാത്തവരൊക്കെ ആണെങ്കിൽ, വെള്ളം കണ്ട അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ നോക്കി നടക്കുക അല്ലേ? ബാ. ഹലോ ടോറ, അടുത്തതായി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പുഴ. എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞ. ഏകദേശം. നീ അങ്ങനെ പറയല്ലേ, വഴി തെറ്റിപ്പോയി. എന്ത്? ഇതില് പാമ്പോ നീർക്കോലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നീർക്കോലി ആണെങ്കിൽ രാത്രി അത്താഴം മുടങ്ങും. കുഴപ്പമില്ല, അതും കൂട്ടി ഞാൻ കഴിച്ചോളാം. വേസ്റ്റ് ആക്കാതിരുന്നാ പോരെ. നമ്മളല്ല, നീ മുന്നിലെ വഴികാട്ടി. നീ എല്ലാം നീ. ഏത് മാപ്പ്? അത് ഡോറയുടെ മാപ്പ് ഞങ്ങളെ വഴി എത്തിച്ച് ഇവിടെ എത്തിച്ച്. ഇതിലും ബെറ്റർ ഗൂഗിൾ മാപ്പായിരുന്നു.
എന്തൊക്കെ വൃത്തിയായിട്ട്. ഇതാണ് ശരിക്കുള്ള വഴി. ആണ്, ഇതാണ്, ഇതിലെയാണ് വരേണ്ടത്. കാട് പിടിച്ച് കിടക്കുക. നമുക്ക് പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുക്കണം, ഈ വഴിയിലെ കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് തരാം അല്ലേ. വ്ളോഗേഴ്സിന് നടക്കണ്ടേ ഇതിലേ? എങ്ങനെയൊക്കെ ഇങ്ങനെ പറയാ? നിങ്ങൾ കാണണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഒന്ന് കാണണം അങ്ങനൊന്നും ഞങ്ങൾ പറയില്ല. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെയൊന്നും ഒരിക്കലും കാല് പിടിച്ചിട്ട് ആരും അറിയില്ല. വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ആര്? ആ കെഞ്ചിയല്ല കേട്ടോ, എന്നാലും ഒന്ന് കാണണേ. ഇതാണ് വയനാട്ടിലെ പുഴ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കിത് കാണുമ്പോൾ തോടായിട്ടേ തോന്നും. തോടുമില്ല. ഫോട്ടോയല്ല, വീഡിയോയാ. മഴവില്ല്.